ലോകത്തെ ഏറ്റവും വലിയ കബീല ഏത് കബീലയാണ്? ഖുറൈശ്. ഖുറൈശ് എന്ന കബീലയിൽ എന്തുണ്ട്? ഖുർആനിൽ സൂറത്തുണ്ട്. എന്തെങ്കിലും ഉറങ്ങണത്? إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ തറവാട്ട് പേരിൽ ഖുർആനിൽ സൂറത്തുണ്ട്. ഈ സൂറത്ത് ദായിമായി അടുക്കളയിൽ വെച്ച് ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഒരു ഫളിൽ 103 വട്ടം, ഒരു അടുക്കളയിൽ 103 വട്ടം ദായിമായി സൂറത്ത് ഖുറൈശ് ഓതിയാൽ ആ അടുക്കളയിൽ അത് ഓതുന്ന കാലത്തോളം ദാരിദ്ര്യം ഉണ്ടാവില്ല. സൂറത്ത് ഖുറൈശ്. إيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഖുർആനിൽ ഒരു തറവാട്ട് പേരിൽ സൂറത്തുള്ള വിഭാഗമാണ് ആര്? ഖുറൈശ്. അപ്പൊ അത്രയാണ് അവര്. ഒന്ന്. രണ്ടവരെ പെണ്ണുങ്ങളും അങ്ങനെയാണ്. ഒറ്റപ്പുകപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ ഖുറൈശി പെണ്ണുങ്ങളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒട്ടകപ്പുറത്തേറി യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവരാരാ? ആരാണ്? ഖുറൈശി പെണ്ണുങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അവർ കുട്ടികളെ പരിചരിക്കാനും ഭർത്താവിനെ കൈകൊണ്ട് താങ്ങാനും യോഗ്യകളാണ്. അതിലേറ്റവും യോഗ്യമാണ് ആര്? ഇനി നിങ്ങൾ എന്താ പറയേണ്ടത്? ഏറ്റവും നല്ല കുട്ടി എവിടെ ഉണ്ടായത്? ഏറ്റവും നല്ല താങ്ങൽ എവിടുന്നാണ്? ഏറ്റവും നല്ല കുട്ടി ഫാത്തിമയാണ്. അതുവരെ പ്രസവിച്ചതാണ്. താങ്ങാണ്, എപ്പോഴത്തേയും താങ്ങാം. ഭയങ്കര സംഭവമാണ്. ആ താങ്ങലിന്റെ ഒക്കെ ഒരളവ് ഞങ്ങൾക്ക് പറഞ്ഞു പറയുന്നതിൽ ഞാൻ കുറവ് വരുത്താണ്. എന്തുകൊണ്ടെന്നറിയാം? കിതാബൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമാണ്. അതായത് റസൂലുള്ളാഹിനെ അങ്ങോട്ട് സ്വീകരിക്കുക, നുബുവത്തൊക്കെ പറഞ്ഞ റസൂലുള്ള വരുമ്പോ കെട്ടിപ്പിടിക്കാണ്. ആര്? ഖദീജ കാത്തിരിക്കണല്ലോ. ഖദീജ കാത്തിരിക്കാണ്. റസൂലുള്ളാഹിനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാണ്. റസൂലുള്ളാഹിനെ എല്ലാ അർത്ഥത്തിലും സന്തോഷിപ്പിക്കണം. ഒന്നും പറ്റിയില്ല, ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. റസൂലുള്ളാഹി പേടിച്ചു വന്നതുമാണ്. ആർക്ക് പേടിയില്ല? ഖദീജ പേടിയില്ല. ഖദീജ നേരത്തെ മനസ്സിലാക്കിയിട്ട് ഇയാളാളാണ്. സുബ്ഹാനല്ലാഹ്. കെട്ടിപ്പിടിക്കുക. എത്രയോ രംഗം റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കുക. റസൂലുള്ളാഹിനെ പിന്നെ ഇഖ്റ ബിസ്മി റബ്ബിക ഓതി കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് കഴിയുമ്പോൾ റസൂലുള്ളാഹിനെ ആകെ ചുംബിക്കുക. റസൂലുള്ളാഹി നെറ്റിത്തറ മുതൽ ചുംബിക്കാണ്. ആര്? ഖദീജ. അല്ലാഹു നിങ്ങളെ നബിയായി തിരഞ്ഞെടുത്തു. ഇങ്ങനത്തെ ഒരു വാക്കിൽ മനുഷ്യൻ പറഞ്ഞ വർത്താനം തന്നെയല്ല ആദ്യം പറഞ്ഞത്. ഖദീജ ഒന്ന് പക്വത, ബുദ്ധി, തറവാട്ടിയെത്തി. റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം റസൂൽ അകപ്പെട്ടതാണ്. ഭയം കൊണ്ട് വരിക. ഭാഗം ഞാൻ പറയാം. എന്നാലോ ഖദീജ കാത്തിരിക്കണം. അതുകൊണ്ടല്ലേ മാസക്കണക്കിന് റസൂൽ വീട്ടിൽ നിന്ന് വിട്ടു നോക്കുമ്പോൾ ഒരു എതിരഭിപ്രായം പറയുന്നില്ല. റബീഉൽ അവ്വൽ മുതൽ റമളാൻ വരെ വീട്ടിലില്ലാതെ ഇങ്ങനെ ആവുകയാണ്. ആര്? റസൂലുള്ളാഹി. 40 വയസ്സ് പൂർത്തിയാവുകയാണ്. റസൂൽ ഇവിടെയാണെങ്കിൽ കച്ചവടം പൊട്ടിക്കുക. കച്ചവടം പണിക്കാരും ആ വാത്ത് കാര്യമില്ല. റസൂലുള്ളാഹി സാധുവാണ്. കാര്യങ്ങളൊക്കെ ആരെ പൈസ കൊണ്ടാണ് നടക്കണത്? ഖദീജ. എന്നിട്ട് ഖദീജയ്ക്ക് പരിഭവമില്ല. നിങ്ങൾ ആ പാളെ മനസ്സാലോചിക്ക്. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കരയും. ഖദീജാനെ ഓർത്ത് കരയാത്തൊരു ഈമാൻ ഉണ്ടാവില്ല. റളിയല്ലാഹു അൻഹ. ഞങ്ങൾക്ക് ഖദീജാനെ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഭയങ്കരാണ്. അല്ലാഹു തആല തൗഫീഖ് തരും. അതായത് കച്ചവടപ്പട പൊടിക്കാം. ഭർത്താവില്ല. ഇവരാരും പെണ്ണ്. ഭർത്താവ് എവിടെയാ? ഭർത്താവ് ഇറാഖൂറിൽ പോയിരിക്കാം. 6 മാസത്തോളം അങ്ങനെ ഇരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇറങ്ങി വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ രാവിലെ പണിക്കാരും അതും ഇതും കച്ചവടം ഇതൊക്കെ പറഞ്ഞയച്ചിട്ട് ഭക്ഷണം കൊണ്ട് പോയും. എങ്ങോട്ട്? ഇറാഖുയിലേക്ക്. ഏകദേശം ഖദീജയുടെ വീട്ടിൽ നിന്ന് 9 ചില്ലാൻ കിലോമീറ്റർ. അത് നടക്കുക. എന്താ പറഞ്ഞ? 9 ചില്ലാൻ ഞാൻ കൃത്യമായി കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഹിറ ഗുഹയുടെ നിർവ്വത്തിലേക്ക്, ഹിറ നിൽക്കുന്ന ജബലുൻ നൂറിലെ ഹിറയിലേക്ക് ഖദീജയുടെ വീട്, അന്ന് റസൂലുള്ളാഹി ഖദീജയും പാർത്തിരുന്ന വീട്ടിൽ നിന്ന് ഏകദേശം 9 ചില്ലാൻ കിലോമീറ്റർ ഉണ്ട്. എല്ലാവരും ഇതൊക്കെ ചെയ്തതിനു ശേഷം ഭക്ഷണം കൊണ്ടുപോകും റസൂലുള്ളാഹി ഖദീജ. അത് പ്രത്യമരത്തെ കൊടുത്തേക്കാൻ ഖദീജക്ക് ഇഷ്ടമല്ല. അത് ആരെന്നെ കൊണ്ടേ കൊടുക്കും? ഖദീജ. എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്നത്? എന്തൊക്കെ പണിയാ പോലെയില്ല, ഒരു വർത്താനല്ല. റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കും. ചില രാത്രി റസൂലുള്ളാഹിന്റെ കൂടെ താമസിക്കും. എവിടെ? ഗുഹയത്തിന്. എന്നിട്ട് ഖദീജ അറിഞ്ഞു പോയി. ഒരു അഭിപ്രായം. എന്നിട്ട് ഖദീജ എന്താ ചെയ്യാന്നറിയോ? ഖദീജ ഇടക്കിടക്ക് വർക്കാനെ പോയി കാണും. മനസ്സിലായില്ല? അവിടെ വേറെ കളി നടക്കുന്നുണ്ട്.
സത്യത്തിൽ ഇത് ഊതിക്കാച്ചി പൊന്തിക്കാണ് ആര്? ഖദീജ. ഖദീജ ഈ സംഭവം ഇങ്ങനെ നടക്കുമ്പോ ഒന്നും ബോധ്യപ്പെടുന്നില്ല. അതേ സമയത്ത് ഇതിനിടയിൽ ഒരു വർക്ക് നടക്കുന്നുണ്ട് ആരും തമ്മിൽ. വറക്കറ വൃദ്ധനായ ഒരു പണ്ഡിതനാണ്, വളരെ വൃദ്ധനാണ്. അന്ന് തന്നെ വറക്ക പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വിടൂല എന്നൊക്കെ വറക്ക പറയുന്നുണ്ട്. ഈ വറക്കന്റെ അടുത്തേക്ക് ഇടക്കിടക്ക് ഒന്നിരിക്കൽ ഖദീജ ബീവി ആ ഗുഹയിൽ പോകും. ഗുഹയിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കും, എന്നിട്ട് ഇറങ്ങി വരും. അല്ലെങ്കിൽ റസൂലുള്ള വീട്ടിൽ വരും, അപ്പോഴും ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞിട്ട് ആ വിഷയം കൊണ്ട് നേരെ രഹസ്യമായി ആരെടുത്തു പോകും? വറക്കാരന ആങ്ങളല്ലേ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജും പറഞ്ഞു കൊടുക്കും. ആര്? വറക്ക പറഞ്ഞു കൊടുക്കും. ഖദീജ പേടിക്കണ്ട, തന്നെയാണ്, ഇങ്ങനെ തന്നെ വരിക, വഹ്യ് വരും, പേടിക്കണ്ട. വഹ്യ് വരുന്നതിന്റെ മുമ്പ് വഹ്യ് വരും ആര് പറയുന്നുണ്ട്? പിന്നെ ഖദീജയുടെ പ്രശ്നം ഇങ്ങനെ ഒരാൾ ലോകത്ത് വേറെ ഇല്ലേനും. അതുകൊണ്ടാണ് ആദ്യത്തെ ഇസ്ലാം ആരാണത്? ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. ഖദീജയാണ് റളിയല്ലാഹു. പിന്നെ നമ്മൾ പറയുന്ന ഒരു ശബ്ദം ഉണ്ട്, എന്തെന്നറിയോ? ഉദാഹരണം പറയാം. ഇവിടെ ഒരു പെണ്ണ് വന്ന് രാവിലെ 7 മണിക്ക് ഒരു പെണ്ണ് വന്ന്, 7:30 മണിക്ക് ഒരു കുട്ടി വന്ന്, 7:45 അടിമ വന്ന്, 8 മണിക്ക് ഈ കൂട്ടത്തില് ഒരാളും വന്നു. പിന്നെ നമ്മൾ പറയും, എന്ത് പറയും? ഇവിടെ ഒരു മനുഷ്യൻ ആദ്യം വന്ന ആള് 8 മണിക്ക് വന്ന, അതിലും തെറ്റാള്. ശരി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. പുരുഷനെ പറ്റിയല്ലേ പറഞ്ഞത്? 7 മണിക്ക് വന്ന് ആരിയ്ക്കുന്നുണ്ട്? പെണ്ണ് വന്നിരുന്ന് കസേര തുടച്ച് വെച്ചത് ക്ലിയർ ആക്കിയിട്ടാണ് സംഭവം നടക്കുന്നത്. കണക്ക് കൂട്ടൂല. ഇതൊക്കെ ഇതിൽ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് ആരിവിടെ കാത്തിരിക്കണില്ല. ആര് കാത്തിരിക്കുന്നുണ്ട്? ഖദീജ ഓരോ ഇത് ആരറിയില്ല, റസൂലുള്ളാഹി അറിയില്ല. ഓരോന്നും അന്വേഷിക്കും. നേരെ ആരോട് പോയി പറയും? വറക്കയോട്. വറക്കങ്ങനെ പറയും, അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ്, സഹായിക്ക്. അതുകൊണ്ടാണ് ഇവിടെ കച്ചവടം പൊടിച്ചിട്ടും അത് അവിടെ പോയിരിക്കണേന് ഒരു പരിഭവമല്ല. എന്നിട്ട് പോയി സന്തോഷിപ്പിക്കുക. മനസ്സിലായില്ല? കച്ചവടത്തിനും മറ്റും ആളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വെയിലത്ത് ഭക്ഷണം കൊണ്ട് പായും. മക്കയിലെ ചൂട് നിങ്ങൾക്ക് അറിയില്ലേ? 9 കിലോമീറ്റർ അല്ലേ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? പക്ഷേ ആ ഉമ്മാനൊരാള് വെറുത്താൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതന്നെ ആ ഉമ്മാന്റെ മക്കൾക്ക് തന്നെയല്ലേ സ്ഥാനം, അതന്നെയല്ലേ അതില് പോയിട്ട് അവർക്കല്ലാതെ അവരല്ലേ ഇതിന്റെ ആളുകള്. ചിന്തിക്കുക. അവരൊക്കെ പുറത്താക്കിയിട്ട് നമ്മളാണ് കയറി കുത്തിരുന്നാൽ അതിനെന്ത് മയനുള്ളത്? അതിന്റെ മയനെന്താ? എന്നിട്ട് പോയി വെയിലത്ത് പോയി ഭക്ഷണം കൊടുക്കുമ്പോ ആദ്യമൊക്കെ പിന്നെ റസൂലുള്ളാഹി സന്തോഷില്ല. പിന്നെ ലാസ്റ്റ് ആവുമ്പോ റസൂലുള്ളാഹിക്ക് പേടിയാ. പക്ഷെ അവിടുന്ന് പോരാൻ കഴിയില്ല. പേടിയാ. ആർക്ക്? റസൂലുള്ളാഹിക്ക് പേടിയാ. അപ്പോഴൊക്കെ സന്തോഷിപ്പിക്കും. ഒന്നും സംഭവിക്കൂല, പേടിക്കണ്ട, ഇതിനോട് പേടിക്കണ്ട. സ്വപ്നം ഇങ്ങനെ കാണും. സ്വപ്നമൊക്കെ ആരോട് പറയും? ഖദീജ ബീവിയോട് പറയും. നാട്ടിൽ നടക്കുന്ന പല കാര്യം സ്വപ്നമായി കാണും. അത് അങ്ങനെ തന്നെ പുലർന്നതായി അന്വേഷിക്കും. പുലർന്നിട്ടുണ്ടോ അന്വേഷിക്കും. പുലർന്ന വിവരം ഖദീജ ബീവി എത്തിക്കുക. മനസ്സിലായില്ല? നാട്ടിൽ നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും സ്വപ്നമായി ഹബീബായ റസൂലുള്ളാഹി കാണും. എന്നിട്ട് ഖദീജ ബീവിയോട് പറയും. ഖദീജ ബീവി അന്വേഷിക്കും. അപ്പൊ അത് നടന്നിട്ടുണ്ടാവും. ഖദീജ ബീവിയെ സംബന്ധിച്ച് അവിടെ തിരുന്ന ആളാണ്. ഇസ്ലാമിൽ ഖദീജയെ ആവശ്യമാണ്. എന്തുകൊണ്ട്? ഉള്ളും പുറവും അറിയാൻ ഭാര്യയെ പോലെ വേറൊരാൾക്ക് ഒരിക്കലും കഴിയില്ല. കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തബഖാത്താണ്. حدثنا ابراهيم بن اسماعيل بن ابي حبيبه عن داود بن حسين عن عكرمه بن عباس قال فبين رسول الله صلى الله عليه وسلم على ذلك وهو باجياد اذا راى ملكا واليا احدى رجليه على الاخرى في افق السماء يصيح. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇറാഖയിൽ ഇരുന്ന് കാണാൻ തുടങ്ങി. എന്ത്? മലക്ക് വല്ലാത്തൊരു രൂപം. ഞാൻ ആ രൂപം പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയായി. ഞാൻ സത്യം പറഞ്ഞാല് ആദ്യകാലത്ത് ഈ ഇഖ്റാന്റെ സന്ദർഭത്തെ കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് മനസ്സിലായപ്പോ സത്യമായിട്ട് പേടിയാവും. എന്തുകൊണ്ടാ സംഭവം എന്നറിയാം? ഭയങ്കര ഒരാളാണ്. ആര്? അങ്ങനെയാണ് വരികയാണ്. അതായത് 2 മലന്റെ ഇടയില് കാലും കൊണ്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുക. അതിന്റെ മുന്നിൽ റസൂൽ അങ്ങനെ നിൽക്കുക. നാട്ടപ്പാതിന് നേരത്ത് പേടിക്കും പോണോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ ഏരിയയിൽ ഇന്നും മനുഷ്യ താമസമല്ല.
നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഈ ഏരിയയിൽ ഇന്നും മനുഷ്യൻ താമസമല്ല, ഇന്നില്ല. ഈ റാഘുവിന്റെ ഏരിയയിൽ ഇപ്പോഴും മനുഷ്യന്മാര് താമസമല്ല. 1400 കൊല്ലം മുമ്പ് 2 മലയുടെ അടിയിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുക, ഒരു കാല് ഒരു മലയിൽ, മറ്റേ കാല്, എന്നിട്ട് നോക്കുമ്പോ ആള് ഇങ്ങനെ വലുത്താവുക. ആര്? സയ്യിദ്നാ ജിബ്രീൽ. അങ്ങനെ വലുതാവുക. ഒരിക്കല് പിന്നെ റസൂലുള്ളാഹിനെ കാണാത്തതുകൊണ്ട് വേലക്കാരെ പറഞ്ഞേക്കുന്നുണ്ട്. വേലക്കാര് ഇതൊരുപാട് സന്ദർഭത്തിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആര്? ജിബ്രീൽ ഇങ്ങനെ വരും, മുന്നിലിങ്ങനെ നിൽക്കും. ഇരുട്ടത്ത് ഒരു കൂട്ടർ വന്നിട്ട് പേടിച്ചോടി. ഇത് പോയി ഖദീജയോട് പറഞ്ഞു. ഒരു പേടിച്ചോടി. റസൂലുള്ളാഹിനോട് പിന്നെ അന്വേഷിച്ചുകൊണ്ട് വന്നതാണ് ഒരു കൂട്ടർ. ഖദീജ പറഞ്ഞാണ്. അപ്പോ പിന്നെ ഗുഹയിലേക്ക് ഖദീജ ബീവി പിന്നെ വേലക്കാരെ കൂട്ടി വരും. ഇയാള് പറയാ, യാ മുഹമ്മദ് ഇതിങ്ങനെ അടിച്ച് കയറ്റും. ഇടക്കട വന്നിട്ട് ഒരുപാട് വട്ടം വരുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റാണ് എന്ത് പറഞ്ഞു കൊടുക്കുന്നത്? ചക്രവാളത്തിൽ നേരിട്ട് നബി കണ്ടിട്ട്. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ 600 അള്ളാന്റെ ഏറ്റവും വലിയ കരുത്തനായ സൃഷ്ടിയാണ് ആര്? സയ്യിദ്നാ ജിബ്രീൽ. എത്ര? 600 ചിറക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴിവിനെ പറ്റി ഒരിക്കൽ ജിബ്രീലിനോട് നബി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ശക്തിയെ പറ്റി ഖുർആൻ പറയണ്ടല്ലോ, എത്ര ഉണ്ട് ശക്തി? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, എനിക്ക് 600 ചിറകുണ്ട്. ഒരു ചിറകിന്റെ അല്പഭാഗം കൊണ്ടാണ് ഞാൻ ബിലാദ് ലൂത്തിനെ അട്ടിമറിച്ചത്. ലൂത്ത് നബിയുടെ ആ ചാവുകടൽ ഇന്നുണ്ട് 67 കിലോമീറ്റർ. എന്ത് പറഞ്ഞ്? വെള്ളം എടുത്ത് 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 കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 67 കിലോമീറ്റർ ഉണ്ട് ഡെഡ് സീ. ആദ്യം വെള്ളം എടുത്തത് ആരാച്ചാൽ ആദ്യം വെള്ളം എടുത്ത ക്ലിയോപാട്രയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഡെഡ് സീ ആദ്യം ഉണ്ടാക്കിയത് ക്ലിയോപാട്രയാണ്. BC 64. BC 64 ക്ലിയോപാട്ര, AD-യിലും അല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആദ്യമായി ഡെഡ് സീ ഉണ്ടാക്കിയത് ക്ലിയോപാട്ര. അക്കാലം മുതൽ ആ വെള്ളം ഉപയോഗിക്കും. ഇപ്പോൾ അതല്ലാത്ത പണിയും ഇല്ല. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ആ വെള്ളം ഉപയോഗിച്ച് ലോകത്തെ എല്ലാ കോസ്മെറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ഡെഡ് സീനാണ്. ആ ഡെഡ് സീ ഇന്ന് 67 കിലോമീറ്റർ നീളമുണ്ട്, 18 കിലോമീറ്റർ വീതിയുണ്ട്, 1/2 കിലോമീറ്റർ ആഴമുണ്ട്. ഇന്ന് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ പണ്ട് എത്ര ഉണ്ടാവും? എത്രയോ ഉണ്ടാവും. അത് മുഴുവൻ ഞാൻ ഒരു ചിറകിന്റെ അഗ്രഭാഗത്തിന്റെ മേലാണ് ഞാൻ ലൂത്തിന്റെ ജനതയെ അട്ടിമറിച്ചത്. ആ പ്രദേശം ഇങ്ങനെ ഒറ്റ കോലിൽ കോരിട്ട് ഇങ്ങനെ മറിച്ചു എന്ന് സയ്യിദ്നാ ജിബ്രീൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ജിബ്രീലിന്റെ ശക്തി. ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ما ضل صاحبكم وما غوى وما ينطق عن الهوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى علمه شديد القوى മഹാശക്തൻ വന്നാണല്ലോ ഇത് പഠിപ്പിച്ചത്. ഭയങ്കര പേടിയാവും. എന്തായി പറയുന്നത്? എന്നിട്ട് അതാണ് എന്നെ പേടിപ്പിച്ചല്ലോ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ആരാ? 100 കരുത്ത് മല്ലന്മാരെ കരുത്തുള്ള ആളാണ് ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. ഭയങ്കര കരുത്തുള്ള ആളാണ് റസൂലുള്ളാഹി. നിങ്ങൾ എന്ത് വിചാരിച്ച്? പുണ്യ റസൂൽ മുസ്തഫ. അതായത് അതിന് കരുത്ത് ശരീരത്തിന് വേണം. ചിലപ്പോ ഇങ്ങനെ ഇറങ്ങി വരും ആര്? സയ്യിദ്നാ ജിബ്രീൽ. ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഹൃദയത്തിൽ ആയത്തുകൾ വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ തൊടയലിലെ പുട്ടൊന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട്. റസൂൽ അങ്ങോട്ട് അമ്മരും. എന്ത് വരുമ്പോ? വഹി വരുമ്പോൾ ഉള്ളിലേക്ക് ആരിറങ്ങി? വേറെ ഗെട്ടപ്പി പറഞ്ഞതേ ഞാൻ എന്തിനാ പറഞ്ഞു. അപ്പൊ ആ ജിബ്രീലിനൊക്കെ വഹിക്കാനുള്ള കരുത്തുള്ള ഒരു ശരീരം ആണ് ആർക്ക്? അല്ലെങ്കിൽ അത്രയും വലിയ ആളന്നെ റസൂലുള്ളാഹ്. പക്ഷെ ആ ആളെ മുന്നിൽ ഇങ്ങനെ ഒരാൾ നിന്നാൽ ആരെ പേടിക്കട്ടെ? മനസ്സിലായി പറഞ്ഞത്? ഈ ഘട്ടങ്ങളൊക്കെ അവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ, രണ്ടാമത്തെ ഒരാളില്ല സമാധാനിപ്പിക്കാൻ. ഖദീജ, ഉമ്മുനാ ഖദീജ റളിയല്ലാഹു അൻഹാ ഫീ ഉഫുഖി സമായി. ആകാശത്തിന്റെ ചക്രവാളത്തിൽ നിന്നിട്ട് യസിഹു ജിബ്രീലും. ജിബ്രീൽ അട്ടഹസിക്കും, യാ മുഹമ്മദ്, മുഹമ്മദേ
ചില റിവായത്തിൽ കാണുന്നുണ്ട് ചക്രവാൾ ഇങ്ങനെ പ്രതിധ്വനിക്കും, നട്ടപ്പാതിരൊക്കെ വന്നിട്ട് ഇങ്ങനെ അട്ടാസിച്ച് പറയാ. അതായത് ഞാൻ മനസ്സിലാക്കുന്നറിയും ഭയങ്കര ഉള്ളിക്ക് അടിച്ച് കയറ്റിയായിരിക്കും അത്. അങ്ങനെ ശബ്ദം ഇങ്ങനെ പ്രകമ്പനം കൊള്ളുക. ഒരു ശബ്ദമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഇങ്ങോട്ട് പോയി തന്നെ ആര്? സയ്യിദുനാ ജിബ്രീൽ യസ്യഹു അട്ടഹസിക്കുന്നു. ആര്? എന്താ പറയാ? യാ മുഹമ്മദു അന ജിബ്രീൽ വ അൻത നബിയുല്ലാഹ്. മുഹമ്മദേ ഞാൻ ജിബ്രീലാ, താങ്കൾ നബിയാ. പിന്നെയും പറയും ഇതിങ്ങനെ പറയും, ഇടക്കിടക്ക് കൊണ്ട് പറയും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫജഅല യറാഹു കുല്ലമാ റഫഅ റഅസഹു ഇല സമാഇ റജഅ സരിയാൻ ഇലാ ഖദീജ. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായ അന്ന് നേരെ അങ്ങനത്തെ പോയും. എവിടേക്ക്? മനസ്സിലായില്ല. ഖദീജ ഓടും. രാത്രി ഇങ്ങനത്തെ സംഭവം ഇത് ഇടക്കിടക്കുണ്ടാവും. റബീഉൽ അവ്വൽ മുതൽ അവിടെ ഉണ്ട് ആര്? റസൂൽ ആ ഗുഹയിലുണ്ട്. ഏതുവരെ? റമളാൻ വരെ. ഇടക്കിടക്ക് ഇറങ്ങി വരും, ഇറങ്ങിപ്പോവും, ഇറങ്ങി വരും, കയറിപ്പോവും. ഇങ്ങനെയാണ്. അപ്പൊ ഈ ഇടക്ക് ജിബ്രീൽ വന്നിട്ട് ഇങ്ങനെ പറയും, മുഹമ്മദ് അന ജിബ്രീൽ വ അൻത നബിയുല്ലാഹ്. അപ്പൊ അന്ന് വെളുപ്പായ പോലെ പേടിച്ചോടും. എങ്ങോട്ട്? ഇലാ ഖദീജ, ഇലാ ഖദീജ. ഫറജഅ സരിയാൻ ഇലാ ഖദീജ. ഇത് പേടി കിട്ടിയ വേഗം പായ ആരടുത്തേക്കാണ്? ഖദീജ റളിയല്ലാഹു അൻഹാ. നിങ്ങൾ ഈ പേടി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പേടി അല്ലട്ടാ. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? നിങ്ങളൊക്കെ ധൈര്യശാലികളും റസൂലിനെ പേടിക്കാൻ അങ്ങനെ മനസ്സിലാക്കണ്ട. ഇപ്പൊ ഒരാളെ ഗുഹയെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കാണ്ടോ? അതപ്പൊ നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടില്ലെങ്കിൽ അതാ മനസ്സിലാവുക. ഇപ്പൊ ഒരു ഇഖ്റ ബിസ്മി പറഞ്ഞ ഒരാൾ റൂമിന്റെ ഉള്ളിൽ ഗുഹയിൽ വന്ന് പോകുമ്പോഴത്തേന് ഇപ്പൊ പേടിക്കാണ്ടോ? അപ്പൊ ഒരു പേടിത്തൊണ്ടനായി കണക്കാക്കും. പക്ഷെ ഇതിവിടെ ഈ കല്യാണത്തിന്റെ കഥ പറഞ്ഞതുപോലെ അതിന്റെയൊക്കെ ഒരു ഭാഗം മാത്രമേ പറയുള്ളൂ, ഇതിന്റെ വസ്തുത പറയില്ല. നേരെ ഇത് അത്ഭുതമാണ്. ആരും ബോധരഹിതനായി പോകും. അങ്ങനത്തെ കാഴ്ചയാണ്. പിന്നെ അവിടെ നിൽക്കാൻ കഴിയുന്നത് ആരായതുകൊണ്ടാണ്? അത്ര വലിയ കരുത്തര മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പിന്നെ ധൃതിയിൽ ഓടും. സാധാരണ സ്ഥിരമായ ഇങ്ങനത്തെ സംഭവം ഉണ്ടായ നേരെ ഖദീജ ബിന്റെ അടുത്തു. ഫഅഖ്ബറഹാ ഖബ്റഹു യാ ഖദീജ യാ ഖദീജ ഖദീജ വല്ലാഹി മാ ബഗൽതു ബുഗ്ള ഹാദിഹിൽ അസ്നാം ശൈഅൻ ഖത്തു. എനിക്ക് ഈ ബിംബങ്ങളോടുള്ള അത്ര ദേഷ്യം വേറെ ഒന്നിനോടില്ല ഖദീജ. വലൽ കുഹാനി, ഈ ജ്യോത്സ്യന്മാരോടുള്ള ദേഷ്യം എനിക്ക് വേറെ ആരോടില്ല. വൈനിൽ അഖ്ശാന കുന കായിന. എന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു ജ്യോത്സ്യനാവുന്ന തോന്നുന്നത്. മനസ്സിലായില്ല? എനിക്ക് ഈ ബിംബങ്ങളോടുള്ള അത്ര ദേഷ്യം വേറെ ഒന്നിനോടുള്ള ഖദീജ. ഈ ജ്യോത്സ്യന്മാരോടുള്ള അത്ര ദേഷ്യം വേറെ ആരോടുള്ള ഖദീജ. എന്നിട്ടും വൈനിലാക്ഷ, ഈ ഒരാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാ. ഇന്നിലാക്ഷ, ഇപ്പൊ എന്റെ പേടി അനകൂന കാഹിനൻ, ഞാൻ ഇവിടുത്തെ ജ്യോത്സ്യനായി മാറുമെന്നാണ് ഇപ്പൊ എന്റെ പേടി. ആര് പറയും? റസൂൽ കാലത്ത്. അപ്പൊ ഖദീജ പറയും കല്ല ഇബ്ന അമ്മി. അങ്ങനെ പറയല്ലേ എളാപ്പാന്റെ മോനെ. റസൂലാണ് ഇബ്ന അമ്മി എന്നാ പറയാ. കാരണം കുടുംബത്തിലെ മോനാണല്ലോ. ആര് ആര്? ആങ്ങളല്ലേ ഒരു നിലക്ക്. ആര്? ഖുറൈശി തറവാട്ടിയല്ലേ ആരും. ഖദീജ ബീവി റസൂൽ എന്താണ് പോട്ടമാരി ഇരിക്കും പോലെ ഇരിക്കുന്നത്? മനസ്സിലായില്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിനെ എപ്പോഴും വിളിക്കുക ഇബ്ന അമ്മീനാ. എളാപ്പാന്റെ മോനെ എന്നാണ് വിളിക്കുക. മനസ്സിലായില്ലേ? കല്ലാല ഇബ്ന അമ്മി, എളാപ്പാന്റെ മോനെ അങ്ങനെ പറയല്ലേ. ലാ തഖുൽ ദാലിക. ജ്യോത്സ്യനാകാൻ പോവുകയാണ് ഞാൻ, എനിക്കിപ്പോ ഞാൻ ജ്യോത്സ്യനാവുമെന്നാണ് പേടിയെന്ന് പറയല്ല. ഒരിക്കലും അള്ളങ്ങൾ അങ്ങനെ ആക്കൂല, ഒരിക്കലും അങ്ങനെ ആക്കൂല. പിന്നെ ഞങ്ങൾ അത് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. ഇത് നുബുവത്തിന്റെ തുടക്കമാവാനാണ് സാധ്യത. ആരോട് പറയാ? ഖദീജ മുത്തുനബിയോട്. അപ്പൊ ഖദീജ കൃത്യമായ വിവരം നേരത്തുണ്ട്. അല്ലാതെ മാളിക മുകളിൽ കേറിയിരുന്ന് പുതിയാപ്പളനെ കാണാതിരുന്നതല്ല. ഇവിടെ ഒരു നബി വരുന്നുണ്ട്. അതാരേ ആകൂ? മുഹമ്മദേ ആകൂ. ആ ആളെ കിട്ടിയാൽ നേരത്തെ സ്വപ്നമാണ് ക്ലിയറാവും. ജൂതൻ കഅബാലയത്തിന് മുന്നിൽ പ്രസംഗിച്ചിട്ട് കേട്ടിട്ടുണ്ട്. എന്ത്? പെണ്ണുങ്ങളെ ആ ഒരു പ്രവാചകൻ വരുന്നുണ്ട്, ആ പ്രവാചകനെ വിരിപ്പാകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിരിപ്പായിക്കോളെ. കേട്ടിട്ടുണ്ട്. ആര്? ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ചിരിച്ചപ്പോൾ ആര് ചിരിച്ചില്ല? എന്നോട് ഖദീജ ഈ സ്വപ്നം നേരത്തെ കണ്ടിട്ടുണ്ട്. അതിന് വറക്കം അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ഖദീജയാണ് എന്ന് ആർക്കറിയാം? ഖദീജയെ മറ്റേ പെണ്ണുങ്ങൾക്ക് അറിയില്ലല്ലോ. എന്ത് ചെയ്യും? ഇല്ലല്ല അങ്ങനെ പറയല്ലേ എളാപ്പാന്റെ കുട്ടിയെ, അങ്ങനെ പറയല്ലേ. ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങളാരാ? ഇന്നഹാദല്ല ബദുഉ നുബുവ. ഇത് നുബുവത്തിന്റെ തുടക്കമാണെന്ന് ഉമ്മുനാ ഖദീജ. നിങ്ങൾ ഒരിക്കലും നാശാവില്ല. ഇത് ബദുഉ നുബുവത്താണ്, ഇത് നുബുവത്തിന്റെ തുടക്കാണ് എന്ന്. وهي أول مرة أتته فأخبرت ما أخبرها به رسول الله صلى الله عليه وسلم فقال ورقة. വറക്കയോട് പോയി പറയും. അപ്പൊ വറക്ക പറയും വല്ലാഹി ഇബ്നു അമ്മി സാദിഖൻ. ഈ പറഞ്ഞത് പെണ്ണെ സത്യമാണെങ്കിൽ ഈ പറഞ്ഞത് ശരി തന്നെയാണ്. ഇത് നുബുവത്തിന്റെ
തുടക്കാണ് പെണ്ണെ, ഈ പേടിക്കണ്ട, ഈ ധൈര്യപ്പെടുത്ത് പോയിട്ട്. എന്നിട്ട് വറക്ക പിന്നെയും പറയും, പിന്നെയും തിരിച്ചു പോകും. ഇതന്നെ ആദ്യ കാലത്തൊക്കെ സാധാരണയായി ഉണ്ടാവുക. ഗുഹയിൽ പോയിരിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ ഇടക്കിടക്ക് ഒരു പ്രത്യേക ശബ്ദം കാണും, ഒരു പ്രത്യേക വെളിച്ചങ്ങനെ കാണും, ഒരു പ്രത്യേക ശബ്ദം കേൾക്കുകയും ചെയ്യും. ആരും കാണാത്തത് ഞാൻ കാണാം, ആരും കേൾക്കാത്തത് ഞാൻ കേൾക്കാം. ഇങ്ങനെ ഞാനൊരു ജ്യോത്സ്യനായി മാറുന്ന അപ്പന്റെ പേടി വന്ന് പറയും ആരോട്? ഖദീജ ബീബിയോട് റളിയല്ലാഹു അൻഹാ. ഫഖാലത്ത്, അപ്പോൾ ഖദീജ ബീബി പറയും, ഇന്നല്ലാഹ ലാ യഫഅലു ബികദാലിക യാ ഇബ്ന അബ്ദില്ലാഹ്, അബ്ദുല്ലാഹിന്റെ പൊന്നുമോനെ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഇന്നക ല തസ്തഖുൽ ഹദീഥ, നേര് പറയുന്ന ആളല്ലേ, വതുഅദ്ദിൽ അമാന, അമാനത്തിന് വിടുന്ന ആളല്ലേ, വതസിലുർ റഹ്മ, കുടുംബത്തെ ചേർക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് അതൊന്നും വരില്ല. ഇപ്പോഴൊന്നും ആര് വന്നിട്ട് ഏത് വന്നിട്ടില്ല. ഇതൊക്കെ നുബുവത്തിന്റെ തുടക്കാണ്, ഈ കാണുന്നൊക്കെ നുബുവത്തിന്റെ തുടക്കാണ് എന്ന് ആര് പറയും? ഖദീജ റളിയല്ലാഹു അൻഹാ. عن ابن عباس أن النبي صلى الله عليه وسلم قال يا خديجة إني أسمع صوتا وأرى ضوءا وإني أخشى أن أكون في جنون. ഞാൻ പല ജാതി രൂപങ്ങളും കാണുക, പല ജാതി വെളിച്ചവും കാണുക, പല ശബ്ദവും കേൾക്കുക, എനിക്ക് ഭ്രാന്താവോന്നാണ് ഇപ്പൊ എന്റെ പേടി. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ആര് വന്ന് പറയും? പുണ്യ റസൂൽ ഒന്ന് ഉഷാറിലിരിക്ക, ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വധുവിനുബോത്ത് പറയല്ലേ, ഈസി ആയി ഇരിക്കല്ലേ, ഈസി ഇങ്ങനെ കേറിയിരിക്ക്. ഇത് അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാവില്ലേ ഈ മജ്‌ലിസില്? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ മജ്‌ലിസിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാവില്ലേ? വധുവിനുബോത്ത് പറയുന്ന മജ്‌ലിസല്ലേ കുട്ടികളെ, ഇങ്ങോട്ട് കേറിയിരിക്കുക. ഇത് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ഖൈറായ വർത്താനല്ലേ ഈ പറയുന്നത്? മനസ്സിലാണ്ട് പറഞ്ഞത് മുത്ത് മുഹമ്മദ് മുസ്തഫ നുബുവത്തിന്റെ തുടക്കാണ്. ഇപ്പോഴും ഇഖ്റ വന്നിട്ടില്ല, അതിന്റെ മുമ്പാണ്. അപ്പൊ ഇതൊക്കെ നുബുവത്തിന്റെ തുടക്കാണെന്ന് ഇങ്ങനെ വാർക്ക പറയും. അങ്ങനെ തന്നെ ആര് പറയും? അത് എല്ലാ പിന്നെ അമ്മേ, എന്റെ അളാപ്പാന്റെ കുട്ടിയെ അങ്ങനെ നടക്കൂല, അങ്ങനെ ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കൂല, നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനെ ധൈര്യം കൊടുക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇങ്ങനെ ധൈര്യം കൊടുക്കും എന്ന് ഒരിക്കൽ വന്ന് പറയാണ്, യാ ഖദീജ, ഖദീജ ഇന്നി അസ്മഉ സൗതൻ, ഞാനൊരു ശബ്ദം കേൾക്കുക, ഇടക്കിടക്ക് കേൾക്കുക, വഅറാ ലൗഅൻ, പ്രത്യേക വെളിച്ചങ്ങനെ കാണാം, വഇന്നി അഖ്ശ അൻ അകൂന അൻ യകൂന ഫിയ ജുനൂനുൻ, വഇന്നി അഖ്ശ അൻ യകൂന ഫിയ ജുനൂനുൻ, എനിക്ക് ഭ്രാന്ത് ഉണ്ടോന്നാണ് ഇപ്പൊ എന്റെ പേടി. അൻ യകൂന ഫിയ ജുനൂനുൻ, എനിക്ക് ഭ്രാന്ത് ഉണ്ടോന്നാണ് ഇപ്പൊ എന്റെ പേടി. ആര് പറയും? റസൂലുള്ളാഹി മല ഇറങ്ങി വന്നിട്ട് ഖദീജ ബീവിയോട് പറയും. ഫഖാലത്ത്, അപ്പോൾ ഒരിക്കലും അള്ളാഹ് നിങ്ങൾക്ക് ഭ്രാന്തി തരൂല, നിങ്ങൾ പേടിക്കുന്ന വേണ്ട. അപ്പോൾ ആരെടുത്ത് ചെല്ലും? വറക്കടുത്ത് ചെല്ലും. അപ്പോൾ പറയും, സത്യാണെങ്കിൽ മൂസാക്ക് അയച്ചു കൊടുത്ത അയാൾ തന്നെയാണ് ഇടക്കിടക്ക് ഈ കാലും പൊന്നിച്ചു കൊണ്ട് നിൽക്കുന്നത്, പേടിക്കൊന്നും വേണ്ട, അയാൾ ഇനിയും വരും. ഇത് തുടക്കാണ്. ആര് പറയും? വറക്ക പറയും. അപ്പൊ ഇവര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട്, ആരും തമ്മിൽ. ഇത് വളർത്താണ്. അതുകൊണ്ടാണ് കച്ചവടം കാര്യം. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്തിനാ വേറെ ആളെ പറഞ്ഞേക്കണത്? തൊട്ടൊക്കെ പൊന്നാക്കണ ആളല്ലേ ആര്? റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി ഒപ്പം പറഞ്ഞേച്ച കച്ചവടല്ലേ, ചരിത്രത്തില്ലാത്ത ലാഭം കൊണ്ടല്ലേ ആര് വരുന്നത്? റസൂലുള്ളാഹി വരുന്നത്. ഇതേ സമയത്ത് പിന്നെ ഈ സന്ദർഭം ആവുമ്പോൾ റസൂലുള്ളാഹിനെ പിൻവലിക്കണേ ഇല്ല ഖദീജ ബീവി. ഖദീജ ബീവി എന്ത് ചെയ്യും? റസൂലുള്ളാഹിനെ ഗുഹയിൽ ഇരുത്തിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, കുട്ടികളെ നമ്മളൊരു സ്ഥാപനത്തിലാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടൊക്കെ ചെയ്ത് കൊടുക്കുക. നമ്മളെ ഒരു പണിയിൽ അവരെ കൂട്ടൂല, നമ്മളെ പീടിയൊക്കെ വെക്കാൻ അവരെടുക്കൂല. കാരണം അവർക്ക് ഇവിടെ വലിയ പണി കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ട സാധനം അവിടെ എത്തിച്ചു കൊടുക്കും. ഈ പണിയാണ് ചെയ്യുന്നത് ആര്? ഇതിന് വയസ്സ് താഴെയുള്ള ഒരാളെ പറ്റൂല. ഇതിനാളാരാകണം? പക്വമതിയാണ്. അതുകൊണ്ട് അള്ളാഹു നേരത്തെ കരുതി വെച്ച ആളാണ് ആര്? ഖദീജ. ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം, ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ. ചിന്തിക്ക്. ഫഇൻ യുബഅഥ വഅന ഹയ്യുൻ ഫഉഅസ്സിറുഹു വഅൻസുറുഹു വഉമിനു ബിഹി. അദ്ദേഹത്തിന് പിന്നെ രംഗത്തിറങ്ങുന്ന കാലത്തെങ്ങാനും ഞാൻ ജീവിക്കുകയാണ് എങ്കിൽ ഞാൻ അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു എന്നാര് പറയും? വറക്ക പറയും. പേടിക്കണ്ട, ആൾ തന്നെയാണ്, ഞാൻ കാത്തിരിക്കുന്ന ആളാണത്, ഈ ആൾ തന്നെയാണ് അള്ളാഹു തആല ഏൽപ്പിക്കാൻ പോണ ആള് എന്നിങ്ങനെ വറക്ക പറഞ്ഞ് സന്തോഷിപ്പിക്കും. തബക്കാത്ത് എന്നാണ് ഞാൻ വായിച്ചത്. ഇബ്നു അസദ് റളിയല്ലാഹു അൻഹുവിന്റെ തബക്കാത്ത് ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമാണ് തബക്കാത്ത്. ചിന്തിക്കും. വറക്ക ബെയ്ത്തുണ്ടാക്കി ചെല്ലുന്ന നിമിഷ കവിയാണ് വറക്ക ബെയ്ത്തുണ്ടാക്കി ചെല്ലുന്ന ഒരു ഭാഗമുണ്ട്. ഒരു സ്ഥലത്ത് എന്നത് പറയും, വക്കാനത്ത് ഖദീജ ബിൻത് ഖുവൈലിദ് ദക്കറത്ത് ലി വറഖ ബിൻ നൗഫലിനോട് പോയി. വക്കാന നസ്രാനിയൻ അദ്ദേഹം
ക്രിസ്ത്യാനിയായിരുന്നു. കാരണം തത്തബിഉൽ കുതുബ, എപ്പോഴും കിതാബുകൾ പരിശോധിക്കുന്ന ആളായിരുന്നു ആര്? വറക്ക, ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന് ജനങ്ങളെ അറിവിൽ നിന്ന് പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയുമായിരുന്നു. പുരോഹിതന്മാർക്ക് അറിയുന്ന അറിവ് അറിയും, അല്ലാത്ത കാര്യങ്ങളും അറിയും, അറിയുന്ന ആളായിരുന്നു വറക്ക. ഈ വറക്ക പറയും, ഈ സമുദായത്തിന്റെ പ്രവാചകനായി മാറാൻ പോവാണ് ആര്? മുഹമ്മദ് എന്നിങ്ങനെ പറയും. ഈ സമുദായത്തിന് ഒരു പ്രതീക്ഷിക്കപ്പെടുന്ന നബി ഉണ്ട് എന്നുള്ള വിവരം അറിയാം. ആ ആള് വരാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിലിരുന്ന് 10-15 കൊല്ലം നിങ്ങളോട് പറയുന്ന ഒരു വർത്താനുണ്ട്. എന്ത്? മഹദി വരാനായിട്ടാ, മഹദി വരാനായിട്ടുണ്ടാ, മഹദി വരാനായിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് ഒറ്റ പണിയുള്ളൂ, എന്ത്? ബഹേറ്റോളി ആള് മഹദി തന്നെയാണ്. അത് ഇൻഷാ അല്ലാഹ് പറയുകയും ചെയ്യും. അവിടേക്ക് എത്തിയിട്ടുണ്ട് കാര്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടേക്ക് എത്തിയിട്ടുണ്ട്. യാതൊരു സംശയം വേണ്ട, യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയം വേണ്ട. ഇതൊക്കെ ഞാൻ സത്യം പറയാൻ പറയാം. യാതൊരു അള്ളാഹു നമുക്ക് ആയുസ് തന്നാൽ, അള്ളാഹു നമുക്ക് ആയുസ് തന്നാൽ നമുക്കതൊക്കെ പറയേണ്ടി വരും. എത്ര കാലമായി ഞാൻ ഇയാളെ കാത്തിരിക്കുകയാണ്. خروجا بما خبرتنا من قول قسيم من الرهبان أكره أن يعوجا. ഈ മക്കയിലാണ്, ഈ മക്കയിലെ മലകൾക്കിടയിലാണ് ഇയാൾ പുറപ്പെടുക. അതിന്റെ സമയമായിരിക്കുന്നുണ്ട്. ഖദീജ ബിഅന്ന മുഹമ്മദൻ യസൂദു ഖൗമാ വയഖ്സിബു മൻ യകൂനു ലഹു ഹദീജ. നബി ആയിട്ടില്ല, അടയാളങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴത്തിന് ധൈര്യം കൊടുക്കുകയാണ്. ആർക്ക്? വറക്ക ഖദീജക്ക്. ഖദീജ ആർക്കും ധൈര്യം കൊടുക്കും. മുത്ത റസൂൽ സല്ലല്ലാഹു ബിഅന്ന മുഹമ്മദൻ സയസൂദു ഖൗമാ, ഈ ജനത്തിന്റെ നേതാവാകും മുഹമ്മദ്. വയഖ്സിമു മൻ യകൂനു ലഹു ഹജീജ, എതിരിടാൻ വരുന്ന ആളുകൾക്ക് തെളിവ് കൊണ്ട് പരാജയപ്പെടുത്തും മുഹമ്മദ്. ويظهر في البلاد ضياء نوره ويقوم به البرية تموجا. يا سبحان الله. ويظهر في البلاد ضياء نوره, പ്രദേശങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ പ്രഭ ചൊരിയും മുഹമ്മദ്. മുഹമ്മദ് കടലിൽ തിരമാല അടിച്ചു വരുന്നത് വരെ പോലെ ജനങ്ങൾ ഈ മനുഷ്യന്റെ പിന്നാലെ കൂടുകയും ചെയ്യും. അതാണ് അവസാനം പറഞ്ഞത്. ഇദാ ജാ നസ്റുല്ലാഹ്, വറക്ക പറഞ്ഞതാ പുലർന്നത്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فيلقى من يحاربه خسارا. മുഹമ്മദിന് ഒരു കാലമുണ്ട്, ആര് എതിരിട്ടാലും തോറ്റുപോകും. അന്ന് നബി ആയിട്ടില്ല. ആര് പറയും? മനസ്സിലായില്ലേ പറഞ്ഞു? അള്ളാഹു അവരുടെയൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവരെയൊക്കെ അള്ളാഹുവിന്റെ ഫിർദൗസിൽ വെച്ച് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സത്യക്രിസ്ത്യാനി, പഠിച്ചോനെ പേടിക്കുന്ന സാരിയായ ക്രിസ്ത്യാനിയായിരുന്നു അക്കാലത്ത്. ആര്? വറഖത്ത് ബിൻ നൗഫൽ. അതാണ് വറഖത്ത് ബിൻ നൗഫൽ. അതിന്റെ വലിയ പേര് ഞാൻ ഖദീജയുടെ താരീഖ് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് മരിച്ചു, ഉടനെ മരിച്ചു. മുമ്പത്തെ കിട്ടിയ ഉടനെ മരിച്ചു. അത് റസൂലുള്ളാഹി പ്രബോധനവുമായി, പരസ്യ പ്രബോധനവുമായി രംഗത്തിറങ്ങുന്നതിന് മുമ്പ് വറക്ക മരിച്ചിരുന്നു. വറക്ക അങ്ങനത്തെ ആളായിരുന്നു. ويظهر في البلاد يا نوري يقوم به البرية وأنت مجاف يلقى من يحاربه خسارا ويلقى من يسالمه فالفلوجا. اللهم اجعلنا منهم، اللهم اجعلنا منهم، اللهم اجعلنا منهم. ആരെതിരെത്താലും മുഹമ്മദിന് ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ഖദീജ പെണ്ണുമോളെ പേടിക്കണ്ട. പെങ്ങളല്ലേ, കുടുംബത്തിലെ പെങ്ങളല്ലേ ഖദീജ, പേടിക്കണ്ട മോളെ. മുഹമ്മദിന് എന്റെ പുതിയാപ്പിളക്ക് ഒരു കാലം വരാൻ പോകുന്നു. അദ്ദേഹത്തിനോട് ആരെതിരിട്ടാലും തോറ്റു, ആരെതിരിട്ടാലും തോറ്റു.
വയൽഖാ മൻ യുസാലിമുഹു ഫുലൂജാ. ആ മനുഷ്യന്റെ കൂടെ നിന്നാലും രക്ഷപ്പെടുകയും ചെയ്യും. വലിയ വിജയം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. فيا ليتي إذا ما كان لكم شهدت وكنت أولهم ولوجا. അക്കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്കിൽ ആ പടയിൽ ആദ്യം മുന്നിൽ നിൽക്കുന്ന ആൾ ഞാനായിരിക്കും എന്ന് പറയും. മനസ്സിലായില്ലേ? ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാ മാക്കാനതാക്കും, ആ കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ മനുഷ്യൻ നബിയാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിച്ച നബിയുടെ കൂടെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഈ മനുഷ്യന്റെ സംഘത്തിൽ ആദ്യം ചേരുന്ന ആൾ ഞാനായിരിക്കും എന്ന് വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു പറയാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബിശാറത്ത് പറഞ്ഞ ആളല്ലേ. ചിന്തിക്ക്, റജബ് മാസം അറിയിച്ചവന് വരെ സ്വർഗ്ഗം ഉണ്ടെങ്കിൽ വറഖത്ത് സ്വർഗ്ഗം ഉണ്ടാവില്ല. എന്താണ് മനുഷ്യന്മാരും ഉണ്ടായിരിക്കുക? അല്ലാഹു തആല സ്വർഗ്ഗങ്ങൾ വിചാരിച്ചതിനപ്പുറത്താണ് ഞങ്ങളെ. സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ പൊട്ടിക്കന്നെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ക്ലാസ് വെറുതെ ഒന്നും തീരൂല. ആദ്യമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തോട്ടോരം മുഴുവൻ സ്വർഗത്തിൽ കടത്തിയിട്ടേ തീരുള്ളൂ ഇൻഷാ അല്ലാഹ്. വൈൻകാനു ഖബ്ല ബഅസത്തിൻ നബിയിൽ മുസ്തഫ. അവർ പുണ്യ റസൂലുള്ളാഹിന്റെ മുമ്പുള്ളവരാണെങ്കിലും അവരുടെ നജാത്ത് ഞങ്ങൾ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഞാൻ വെറുതെ പറയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ സൂറത്തിൽ മുഹമ്മദും ദജ്ജാലും കാണിച്ചു തരും. അത് ഞാൻ കാണിച്ചു തരും. ഞാനത് കണ്ടിട്ടുണ്ട്. അള്ളാഹു ഈ അടുത്ത ദിവസം എനിക്ക് രണ്ടും കാണിച്ചു തന്നു. ഫാത്തിഹ സൂറത്ത് ഖുർആന്റെ പൂർണ്ണതയാണ്. ഖുർആനിലാകെ രണ്ടാളാണ് ഖുർആനിൽ നിറഞ്ഞിരിക്കുന്നത്. ഒന്ന് മുഹമ്മദ്, ഒന്ന് ദജ്ജാൽ. ഈ രണ്ടാൾ ഖുർആൻ നിറഞ്ഞിക്കുക. രണ്ടാൾ ഖുർആനിൽ നിറഞ്ഞിക്കുക. ഒന്ന് മുഹമ്മദ്, ഒന്ന് ദജ്ജാൽ. അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. ദജ്ജാൽ ഇരിക്കണ ആയത്ത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദജ്ജാൽ ഇരിക്കണ ആയത്ത് ഞാൻ ഫാത്തിഹ സൂറത്തിൽ കണ്ടിട്ടുണ്ട്. എന്റെ റബ്ബ് എനിക്ക് തന്ന തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറയും മനുഷ്യന്മാരെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ദജ്ജാൽ ഇരിക്കുന്ന ആയത്ത് എനിക്കറിയാം, മുഹമ്മദ് ഇരിക്കുന്ന ആയത്തും അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലാകെ രണ്ടാൾ നിറഞ്ഞെടുക്കുക. ലോകത്തല്ലെങ്കിൽ രണ്ടാളേ ഉള്ളൂ. സബീലുൽ മുഹമ്മദ് വസബീലുൽ ദജ്ജാൽ. രണ്ട് വഴിയുള്ളൂ. ദജ്ജാൽ ഏത് കാലത്തുണ്ടാവും. ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ ഫിത്ന ഉണ്ടാവും. വലിയ വർത്താനം ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. എന്നതുപോലെ സ്വർഗ്ഗമൊക്കെ വിശാലാണ് കുട്ടികളെ. അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. നമ്മൾ ഔട്ടാവൂന്ന് പേടിച്ചോ, വേറെ ഉള്ള ഔട്ടാക്കണ്ട. മനസ്സിലായ നിങ്ങൾക്ക്? നമ്മളാവുന്ന ഔട്ടാവൂന്ന് നോക്കിയാൽ മതി, വേറെ ഉള്ള ഒരു ഔട്ടൊക്കെ നടക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ നരകത്തിലാക്കിയിട്ട് വെള്ളം കുറച്ച് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എടാ ഈ ഔട്ടാവണം നോക്കിക്കോ. ആമിന നരകത്തിലാണെങ്കിൽ ആരടാ പിന്നെ സ്വർഗത്തിലുണ്ടാവുക? ആമിന നരകത്തിലുണ്ടെങ്കിൽ പിന്നെ ആരടാ സ്വർഗം? അതിന് അള്ളാഹ് സ്വർഗം എന്നറിയില്ല. അള്ളാഹ് സ്വർഗത്തിൽ ആമിന ഉണ്ടാവും. കണ്ണ് വേണടാ, കണ്ണ് വേണം. പടച്ചമ്പുരാൻ കണ്ണ് തരണം. ആമിന നരകത്ത് കിടക്ക് എന്താ വിചാരിച്ച്? ആമിന നരകത്ത് കിടന്ന പിന്നെ സ്വർഗത്തിന് എന്ത് വിലടങ്ങായുള്ളത്? എന്ത് വിലയുള്ളത്? അവിടെ ഉമ്മ നരകത്ത് കിടക്കുമ്പോ ഇവിടെ പാലും തേനും എന്ത് വിലയുടെ എന്താണ് വിചാരിച്ച്? ആമിന നരകത്ത് കിടന്ന സ്വർഗത്തിന് എന്താണ് വില? അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. യാതൊരു സംശയമില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ഭയങ്കര സംഭവ കുട്ടികളെ. ഇതൊക്കെ കാത്തിരുന്ന സംഭവം. മുഹമ്മദിന് എന്റെ പുതിയാപ്പിളക്ക് കാലം വരാൻ പോകുന്നുണ്ട്. ആ കാലം ഏതാണ്? അക്കാലത്തിൽ ഏതൊരു മനുഷ്യന് ഏതാണ് ആ കാലം? ആ കാലം തോറ്റുപോയില്ലേ? കൂടെ ആര് കൂടെ അവസാന സെക്കൻഡിൽ പാഞ്ഞു വന്നില്ലേ? ആര്? വഹ്ശ് ബിൻ ഹർബ്. അവസാന സന്ദർഭത്തിൽ പാഞ്ഞു വന്നതാണ് ആര്? വഹ്ശ് ബിൻ ഹർബ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ വഹ്ശ് ബിൻ ഹർബ് എന്ന് കേട്ടാൽ സത്യത്തിൽ വഹ്ശ് എന്ത് ന്യായമുള്ളത് വരാൻ. വഹ്ശ് ആരാന്ന് നിങ്ങൾക്കറിയാം? മുത്തറസൂലാണ്. വിചാരിച്ച് അങ്ങനെ കരഞ്ഞ ഒരു സമയം. കാരണം ഹൻസാന്ന് പറഞ്ഞ മുശ്രിക്കാവ്
ഉണ്ടാവുന്ന കാലത്തും പൊന്നുമോനെ ഇഷി പറഞ്ഞു നിനക്ക് ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്റെ മോൻ പറഞ്ഞു എതിർത്താൻ ഹംസന്റെ കോടലെടുത്തതല്ല, ഒരാൾ എന്നെ തൊടുവിലാണ് മുശ്രിക്കാണ് കാലത്ത് പറഞ്ഞ ആളാണ് ഹംസ. എന്റെ വിചാരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? ആ ആളെ ചതിച്ചു കൊണ്ടത്. എന്നിട്ട് ഹംസ റളിയല്ലാഹു അവന്റെ കൈക്കോടാലി കൊണ്ടുവന്നിട്ട് വെട്ടി വെട്ടി പുലർത്തുന്നത് റസൂൽ കണ്ടില്ലേ? വെട്ടി ഇങ്ങനെ പുലർത്തിട്ട് നെഞ്ചി വലിച്ചിട്ട് പൊളിച്ചിട്ട് പെണ്ണുങ്ങൾ ചോര പുലന്റെ കൈയെടുത്തിട്ട് കരട് പറിച്ചെടുത്തിട്ട് ചാടുക. ഈ പെണ്ണുങ്ങളൊക്കെ പിന്നെ മുസ്ലിമായി ഒക്കെ റസൂൽ കലിമയിൽ കൊടുത്തു. എന്റെ ഒരു മനുഷ്യനാണ് മുഹമ്മദ്. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയാൽ വഹ്ശി കരയുമായിരുന്നു, മരണം വരെ. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് കരയും. കാരണം അന്ന് റസൂലുള്ളാഹി കരഞ്ഞത് കണ്ടാളാണ് ആര്? വഹ്ശി. ഭയങ്കര റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ ലോകത്ത് റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയാത്തൊരു സംഭവം നടന്നത് ഹംസ റളിയല്ലാഹു മരണം. കാരണം റസൂലുള്ളാഹിനെ അത്ര സഹായിച്ച ഒരാളില്ല. ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഭയങ്കര ആ കുട്ടിയല്ലേ, ആ കുട്ടിയാ അടിച്ചില്ലേ. നായാട്ടിന് പോയ ദിവസം ഒരിക്കൽ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച്. ആര്? മക്കയിൽ അങ്ങാടിയിലിട്ട് ആക്ഷേപിച്ച്. ആര്? അബൂജഹൽ ലഅനത്തുള്ളാഹി അലൈഹി. പിന്നെ നായാട്ട് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ആരോ മക്കാടിങ്ങനെ പറഞ്ഞ് മുഹമ്മദിനെ അബൂഹക്കം ആക്ഷേപിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ വന്നോടത്ത് വന്ന് ഒരു ഒട്ടപ്പുറത്തിരിക്കാം. ആര്? അബൂജഹൽ ബലിശനിട്ട് അവിടെ ചവിട്ടി. ജെണ്ടടെ വിചാരിച്ച് തറവാട്ടനെ കണ്ടിട്ട് ജെന്താ വിചാരിച്ചു വെച്ച് ഇന്റെ ഏട്ടന്റെ മകന് തോന്നിയത് പറയും. നിനക്ക് വല്ല പ്രശ്നം ഞങ്ങളോട് വന്ന് പറയാം. ഞങ്ങളെ ഏട്ടന്റെ മകന്റെ രോമത്തെ തൊട്ടാൽ വിവരം അറിയും. ആര് പറഞ്ഞു? ഹംസ. അന്ന് ഹംസ മുശ്രിക്കാണ്. പറഞ്ഞങ്ങന്മാരെ ആ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബിനെ അല്ലേ ചതിച്ചു കൊന്നത് റസൂലുള്ളാഹിന്റെ കണ്ണിന്റെ മുന്നിൽ. പിന്നെന്താ ഉണ്ടായത്? പെണ്ണുങ്ങൾ ഇറങ്ങി വന്ന് ഖുറൈശി പെണ്ണുങ്ങൾ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്ത്? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാതരിഞ്ഞിട്ട് ആ കാതരിഞ്ഞിട്ട് അവർ അതിനെ ഒരു വളയാക്കി മാറി മാറി ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചെത്തിന്നിട്ടിട്ട് ഇങ്ങനെ ചെത്തിന്റെ എടുത്തു. എന്ത് കാത്? എന്നിട്ട് വളയാക്കി ചാടിനാണ് പെണ്ണുങ്ങൾ. ആ മൂക്കിലൂടെ കൂട്ടി കെട്ടിയിട്ട് അവര് അതൊരു മാല പോലെ ഉപയോഗിച്ച് ചാടിക്കളിക്ക പെണ്ണുങ്ങള് നൃത്തം ചവിട്ട. അതിന്റെ ഇടയിൽ മൂക്കരിഞ്ഞിട്ട് എന്ത് ചെയ്ത്? ലോക്കറ്റാക്കി ഉപയോഗിച്ചു. അപ്പോഴൊക്കെ കരഞ്ഞു. ആര്? ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരു മയ്യത്തിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത ചെയ്ത മയ്യത്താണ് ആര്? ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇതിനൊക്കെ കാരണക്കാരനാണ് ആര്? വഹ്ശ് ഇബ്നു ഹർബ് കയറി വന്നപ്പോ കലിമൊഴി കൊടുത്തില്ലേ? മനുഷ്യന്റെ ഉമ്മാനെ നരകത്തിലാക്കിയ ഒരു സുന്നിയായ കുട്ടി ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളെ ഇന്ന് നമിക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. വിചാരിക്കണം, ഒരു കടമല്ലേ നമുക്കൊക്കെ. ആ വഹ്ശിക്ക് കലിമൊഴി കൊടുത്തില്ലേ? മുഹമ്മദ് തൂണിന് ചാരി നിന്നിട്ട് കാര്യം. തൂണിന് ചാരി നിന്നിട്ട് കാര്യം. ഏറ്റവും നല്ല മനുഷ്യനെ കൊന്നവനാണ് ഞാൻ. ഏറ്റവും നല്ല മനുഷ്യനെ കൊന്നവനാണ് ഞാൻ. അത് പറയും ചാട്ടുളി പൊതിഞ്ഞു കൊണ്ടുവരുന്നു എന്നാണ് പകരം വീട്ടാൻ. അതേ ചാട്ടുളിയാണ് ആരെറിഞ്ഞത്? മുസൈലിമത്തുൽ കദ്ദാബിനെ എറിഞ്ഞു. അവിടെ ഇട്ട് കൊന്നു. അതിലാണ് ചിരിച്ച്. ഏറ്റവും നല്ലവനെ ഞാൻ ഈ ചാട്ടുളി കൊണ്ട് കൊന്ന്, ഏറ്റവും മോശപ്പെട്ടവനെ ഞാൻ ഈ ചാട്ടുളി കൊണ്ടുവന്നു. പകരം വീട്ടി. താൻ ചെയ്തതിന് താൻ തന്നെ പകരം വീട്ടി. ഈ ചാട്ടുളി കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു കൊന്നു. പിന്നെ പൊതിഞ്ഞുകൊണ്ടാണ്. പിന്നെ ആ ചാട്ടുളി കൊണ്ട് മുസൈലിമയെ ഒരൊറ്റ അവിടെ വീണ് നെഞ്ച് തുളച്ചാൽ കയറിയ ചാട്ടുളി. അതിലാണ് ചിരിച്ച്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവനെയും ഞാൻ തന്നെ കൊന്ന്, ഏറ്റവും നല്ലവനെയും ഞാൻ തന്നെ കൊന്ന്, ഏറ്റവും മോശപ്പെട്ടവനെയും ഞാൻ തന്നെ കൊന്ന് എന്ന് പറഞ്ഞ് ചിരിച്ച് മഹാനായ വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? വഹ്ശ് ഇബ്നു ഹർബ് ഉറക്കപ്പറ. വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുക. അതാ പറഞ്ഞത് എന്ത്? ഈ കുട്ടിക്ക് നിങ്ങളെ പുതിയാപ്പിളക്ക് എന്റെ മോളെ എന്റെ പുതിയാപ്പിളക്ക് ഒരു കാലം വരും.
കുട്ടിയോട് പുതിയാപ്പളയോട് ആര് ചേർന്നാലും രക്ഷപ്പെടും. فيا ليتي ويا ليتي إذا ما كان لكم شهدت وكنت أوله ولو جاء. അന്നെങ്ങാനും ഞാനുണ്ടായിരുന്നുവെങ്കിൽ ആദ്യമാ പടയിൽ മുന്നിൽ നിൽക്കുന്ന ആൾ ഞാനായിരിക്കും എന്ന് വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാണ്, ബാക്കി അടുത്ത ക്ലാസ് പറയും. ഇനിയുണ്ട് ഒരുപാട് ചർച്ചകൾ പറയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ. അല്ലാതെ ഇതൊക്കെ ഒത്തണങ്ങി കാത്തതാണ് ആരെ? പുതിയാപ്പള്ളി. അല്ലാതെ മാംസദാഹമല്ല. ആർക്ക്? എത്ര തറവാട്ടുകാരാ വന്നത്, എത്ര തറവാട്ടുകാർ വന്നത്. ഖദീജ വന്ന് ഒത്താൽ എനിക്ക് പുതിയനാക്കായിരുന്നു, പറഞ്ഞുവിടും. എനിക്ക് ആ ഉദ്ദേശമല്ല, എനിക്ക് കച്ചവടം ചെയ്യണേ ഉദ്ദേശം, എനിക്കൊന്നും ഉദ്ദേശമല്ല. എന്തുകൊണ്ട്? ആളെ കാത്തിരിക്കുക, ആള് വരാനായിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ മൈസറയുടെ സംഭവം കൂടി ഉണ്ട്. മൈസറനെ ഒപ്പം പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി, പറഞ്ഞയച്ചു കൊടുത്തു. എവിടേക്ക് പോയപ്പോ? ഷാമിലേക്ക്. അപ്പോൾ മൈസറ കുറച്ച് അത്ഭുതങ്ങൾ കണ്ടു. അതിങ്ങോട്ട് വന്ന് പറഞ്ഞതോടുകൂടെ ഖദീജക്ക് പിന്നെ നിൽക്കക്കള്ളിയില്ല. നഫീസറിന്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഖദീജ ബീവിക്ക്. വേഗം പോയി പറഞ്ഞ് അബൂ തലിബിനോട് ഒന്ന് പോയി പറയാൻ, എനിക്ക് മുഹമ്മദിനെ പുതിയാപ്പിളാക്കാൻ പോകുന്നുണ്ട്. വേറെ ആരെങ്കിലും ഇത് കയ്യിൽ അടക്കണതിന് മുമ്പ് മനസ്സിലായില്ല, ഇത് കയ്യിലാക്കണം. എന്താ സംഭവം എന്നറിയോ? ഇതൊക്കെ എന്താ സംഭവം? മൈസ്ര വന്ന് പറയാ, എന്ത് മേഘം തണലിട്ട സംഭവം കാര്യം വന്ന് പറയും. മൈസ്രക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരും ഇൻഷാ അല്ലാഹ്. എത്ര നീണ്ടാലും ഖദീജയുടെ താരീഖ് പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഉമ്മയിലൂടെ ഒരാൾ റസൂലുള്ളാഹിയിലേക്ക് ചേർത്താൽ, ആ ഉമ്മയിലൂടെ ഒരാൾ ചേർന്നാൽ അല്ലാഹു ഒഴിവാക്കൂല. അവ്വലു മൻ സല്ലൈന ഖൽഫ മുഹമ്മദി വഗൈറുക ലം യഅറഫ്നാ ളുഹ്റൻ വലാ അസ്റ. ആദ്യം മുസ്ലിമായത് ഖദീജയാണ്, ആദ്യം നിസ്കരിച്ചതും ഖദീജയാണ്. അവ്വലു മൻ സല്ല ഖൽഫ മുഹമ്മദി, മുഹമ്മദ് നബിയുടെ മുന്നിൽ പിന്നിൽ ആദ്യം നിസ്കരിച്ചാൽ ഖദീജയാണ്. വഗൈറുക ലാ യഅറഫ്നാ ളുഹ്റൻ വലാ അസ്റ. അക്കാലത്ത് ളുഹ്റ അസ്റ ഉണ്ടെന്ന് അറിയില്ല. അക്കാലത്ത് ആദ്യം നിസ്കരിച്ചാൽ ഖദീജ റളിയല്ലാഹു അൻഹാ. അങ്ങനത്തെ ആളാണ്. ഇത് ഖദീജയുടെ മൗലിദാണ്. ഫമൻ ജാഅഹു മിൻ ബാബികും ലാ യറുദ്ദുഹു വയുഫീ ലഹു കൈലൻ വയുഅലിം ലഹു അജ്റാ. ഈ ബൈത്തിൽ പറയുന്നുണ്ട്, ഇതൊരു മൗലിദാണ്. ഇതൊരു യമനിയായ പണ്ഡിതനെ എഴുതിയതാണ്. ഭയങ്കര പണ്ഡിതനാണ് അദ്ദേഹം. അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെപ്പറ്റി മൗലിദ് ഓടുന്നത് നിങ്ങളെ വാതിലൂടെ കയറാൻ നോക്കിയാൽ റസൂലുള്ളാഹി വാതിൽ അടക്കൂല. റസൂലുള്ളാഹിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടല്ലേ. ഇതിന്റെ ഈ മൗലിദത്തിന്റെ ഒരു മനാഖിബിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ദായിമായി ചെല്ലിയാൽ ഖദീജ ബിനെയും സ്വപ്നം കാണും, റസൂലുള്ളാഹിനെ സ്വപ്നം കാണും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.